dear friends, really excited to this morning with MGS Narayanan to celebrate this one. MGS with his partner, that is Premi. Yeah, uh, it's about a new life. Let's think about the life. As Gandhi told, his life is his message. Like MGS in at this age, 89, is very much happy. Just like a 90-year-old MGS is very happy and interacted and very well participated with our pre-summit workshops and seminars here at the Chancellor's Bhavan in Malappuram. The Cultiversity's founder Chancellor, Dr. MGS Narayanan with Premi. And just like Gandhi and Kastuba, their life is very much inspiring to people. Now we have some personal questions about them to life, to ma'am. സാറിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ജസ്റ്റ് ഒന്ന് പറയാം. ലൈഫ് സ്റ്റൈലൊന്നും തീരെ ചിട്ടയില്ലാത്ത ഒരാളാന്ന് പറയാം ഞാൻ വേണമെങ്കിൽ കേട്ടോ. രാവിലെ ധാരാളം വായിക്കും, നേരത്തെ എണീക്കും, ധാരാളം വായിക്കും. പിന്നെ ബാക്കി പ്രഭാത കൃത്യങ്ങളൊക്കെ അവനവൻ്റെ സൗകര്യം. ഇപ്പം രാവിലെ എണീറ്റാൽ പല്ലിച്ചോളണം എന്നുണ്ടോന്നൊക്കെയാണ് ചോദിക്കുക. ഒക്കെ ചെയ്യുന്നുണ്ടാവും, എനിക്കറിയില്ല. ഒക്കെ ഇപ്പം സൗകര്യം പോലെ എല്ലാം വായന എഴുത്തായിട്ട് ചിലപ്പം 10:30 11 മണിക്കോ കഴിഞ്ഞിട്ടായിരിക്കും പോയി പല്ലിക്കലോ ഒക്കെ ചെയ്യുക. അങ്ങനെയുള്ള മെഡിസിൻസ് ഇല്ല, മെഡിസിൻസ് ഒന്നും ഇല്ല കാര്യമായിട്ട്. ഈ പ്രോസ്ട്രേഷനുള്ളതൊന്നും he's having a worldwide experience walking every countries all across the world as to search history and to teach students. At this age he's not having a sugar or a cholesterol or diabetic, whatever, all these lifestyle diseases is not with us. And he's also joined with us today with our immunity workshops in Kadalundi, this Hayat Residency and all. Okay, സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ, ലൈഫിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇപ്പോഴത്തെ ഒരു every time when we are meeting here you are younger and younger and your beauty just like Mammootty's celebrated 70. നന്നായിട്ട് സാറിന് ഈ സൗന്ദര്യം കൂടി വരുന്നു, ആരോഗ്യം കൂടി വരുന്നു, സാറിൻ്റെ തോട്ട്സ് ഒക്കെ especially when the media people came here that പിന്നെ മനസ്സിൽ കുശുമ്പും കുനുട്ടും ഇല്ലെങ്കിൽ സന്തോഷമായിരിക്കും. എനിക്ക് എല്ലാം വേണമെന്ന് വിചാരിച്ച് ആഗ്രഹിക്കാതിരുന്ന കുഴപ്പമില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് സ്വന്തമാക്കി വെക്കണം എന്നുള്ള വിചാരം ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നാ പറയാ. മാം, ഐ റിമെമ്പർ ദാറ്റ് അന്ന് ഈ മീഡിയ പീപ്പിൾ വന്നിരുന്നില്ലേ വാരിയും കുന്നൊക്കെയായി ബന്ധപ്പെട്ട ഇഷ്യൂസിലെ മലബാർ കലാപത്തെ കുറിച്ചുള്ള തല തിരിച്ച പല ചോദ്യങ്ങളൊക്കെ, പക്ഷെ സാറ് വളരെ സ്റ്റേൺ ആയിട്ട് നിന്ന് എനിക്ക് കൃത്യമായിട്ട് മറുപടി കൊടുത്തു. ആ മറുപടിയാണ് ശരിക്കും കേരളത്തിൽ ഒരു കലാപം ഇല്ലായിരുന്നു. ഒരുപക്ഷെ അവർ വന്നതൊക്കെ MGSന്റെ വേറെ റിപ്ലൈക്കും ആയിരിക്കും. പല പോലത്തെ ചോദിച്ചിട്ടും സാറ് വളരെ കൃത്യമായിട്ട് അതിൽ പറഞ്ഞു. ഡിബേറ്റിലൊക്കെ അന്ന് ശരിക്കും സാറ് പറഞ്ഞല്ലോ, ഈ ഒരു ഹിസ്റ്ററി ഇങ്ങനെ മാറ്റുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ഗുണമില്ല, ഇത് മാറ്റരുത് എന്നൊക്കെ പറഞ്ഞില്ല. ഒരു പക്ഷേ സാറ് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയായിരുന്നെങ്കിൽ ശരിക്കും പിന്നെ അതെടുത്തിട്ട് വലിയ പ്രശ്നമായിട്ട് ഇപ്പം മലപ്പുറം ജില്ല എസ്പെഷ്യലി കമ്മ്യൂണൽ ഹാർമണിയിൽ നിൽക്കുക. ഇപ്പോൾ കൂട്ടൂർ ഇതൊക്കെ ഹിന്ദു മുസ്ലിം പ്രശ്നമൊന്നും ഇല്ലാതെ വളരെ ഹാർമണിയിൽ നിൽക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ സാറിന് അതിനെക്കുറിച്ചുള്ള ഒരു ജസ്റ്റ് ഇതൊന്നും പറയാം, ജസ്റ്റ് നമ്മുടെ ഒരു കമ്മ്യൂണൽ ഹാർമണി ഇൻ ദി ഹിസ്റ്ററി ഡിബേറ്റ്. കമ്മ്യൂണൽ ഹാർമണി കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി വന്നതാണ്, ആരും ഉണ്ടാക്കിയതൊന്നുമല്ല. ആദ്യം മുതൽ തന്നെ അങ്ങനെയാണ്. ഇവിടെ ഇപ്പോൾ ഇസ്ലാം വന്നത് യുദ്ധം ചെയ്ത് പിടിച്ച് അടക്കിയിട്ടൊന്നുമല്ലല്ലോ. മുസ്ലിങ്ങൾ വന്നു, കൺവേർഷൻ ഉണ്ടായി, പല കാരണങ്ങളാലും അവരുടെ സംഖ്യ കൂടി. മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതിൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഇവിടെ. അതുപോലെ ഈ മലബാർ സമരമൊക്കെ ശരിക്കും സാറെന്ന് പറഞ്ഞ് കോട്ടക്കുന്ന് അതിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി RK രമേശായിരുന്നു, നമ്മുടെ ചേംബർ ഓഫ് എഡ്യൂക്കേഷൻ ചെയർമാൻ. അദ്ദേഹം അന്ന് വാരിങ്ങുന്നതിൻ്റെ മെമ്മോറിയൽ ഡിസൈൻ ചെയ്തു മുകളിൽ, പക്ഷേ അത് അവിടെ ഇല്ല. അപ്പോൾ അവിടെ വരുന്ന ആളുകൾക്കൊന്നും ഇദ്ദേഹത്തെ ഇവിടെ വെച്ചാണ് വെടിവെച്ചതെന്നുള്ള ഒന്നുമില്ല. അപ്പോൾ സാറന്ന് നമ്മുടെ മീറ്റിങ്ങിന് ആവശ്യപ്പെട്ടിരുന്നു കോട്ടക്കുന്ന് ശരിക്കും വാരിയം കുന്ന് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ പുതിയ തലമുറയ്ക്ക് ഇതൊന്നും അറിയുന്നില്ല, ഇത്തരം അടയാളങ്ങളൊന്നും അല്ല. അപ്പം ഈ ശരിക്കും ഹിസ്റ്ററി ഇങ്ങനെ അവിടെ ബോർഡൊക്കെ വയ്ക്കുക, അങ്ങനെയൊക്കെ മലയാളത്തിലുണ്ട്. ഇപ്പോൾ ആ സ്മാരകങ്ങളില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത്. ഈ കോട്ടക്കുന്നൊക്കെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന രീതിയിൽ ആളുകൾ വരുന്നതല്ലാതെ ഒരു മോണ്യുമെൻ്റ് പോലും ഒരു സ്തൂപോ ഒന്നും വെച്ചിട്ടില്ല. അതൊക്കെ ഒരു ശരിക്കും നമ്മുടെ ബോർഡൊക്കെ എഴുതിയേക്കാവുന്നതാണ്. അതുപോലെ കോട്ടക്കുന്നിനെ സാറൊന്ന് വാരിയം കുന്ന് എന്ന്
വിശേഷിപ്പിക്കണം. കാരണം ഗവൺമെൻറ് ഇത് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും, ഫോർമാലിറ്റീസ് എടുക്കും. പക്ഷേ ആളുകൾ ഇത് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് ഈ സംഭവങ്ങൾ. അതുപോലെ സാർ ഈ ചേരമാൻ പെരുമാളിൻ്റെ ഇത് പറഞ്ഞല്ലോ, സാമൂതിരിയുടെ ഇത് നെടിയിരുപ്പ് സ്വരൂപങ്ങളൊക്കെ ബന്ധപ്പെട്ട് അത് ശരിക്ക് പിന്നെ സാറാണത് വളരെ ഇതായിട്ട് കൊണ്ടുവന്നത് അല്ലേ? ഈ ചേരമാൻ പെരുമാൾ അതുമായി ബന്ധപ്പെട്ട് അതുമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സാറ് എവിടെ നിന്നാണ് ഇങ്ങനെ ചേരമാൻ പെരുമാൾ അതിനെക്കുറിച്ച് പഠിച്ചതൊക്കെ ഏത് എവിഡൻസ് ഒക്കെ വെച്ചിട്ടാണ്? അത് അവരുടെ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ടല്ലോ. ചേരമാൻ പെരുമാൾ ഒരാളില്ല, ആ ടൈറ്റിലോട് കൂടി ഭരിച്ചിരുന്ന 5-8 പേരുണ്ട്. അവർ കാലത്ത് പലയിടത്തും ക്ഷേത്രങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ഒക്കെ എഴുതി വെച്ചിരുന്ന റെക്കോർഡ്സ് ഉണ്ട്. അതെന്നാണ് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സാർ അന്ന് ആവശ്യപ്പെട്ടൊരു സംഭവമാണ് ഇപ്പോഴും നമ്മുടെ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്, വാസ്കോ ഡ ഗാമ ലാൻഡഡ് ഇൻ കാപ്പാട് എന്നാണ്. ശരിക്കത് കാപ്പാടല്ല എന്ന് സാറ് പറയുകയുണ്ടായി. വളരെ ഇതായിട്ട് ഒക്കെ ആവശ്യപ്പെട്ടിട്ട് ഇപ്പോഴും പുസ്തകങ്ങളിൽ തെറ്റായിട്ട് പഠിക്കും. അതിനെക്കുറിച്ചാണ് സാർ പറയാം. അല്ല, വാസ്കോ ഡ ഗാമ എവിടെയാണ് ഇറങ്ങിയത് എന്ന് ചോദിച്ചാൽ കാപ്പാടെന്ന് എല്ലാവരും അങ്ങനെ പുസ്തകങ്ങളിലൊക്കെ എഴുതി വെച്ച് വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം ശരിക്കിറങ്ങിയത് കൃത്യമായിട്ട് മീഡിയയിലും ഇതൊക്കെ വന്നു, റിപ്പോർട്ട് വന്നു ഒക്കെ ചെയ്തു. സാർ ICH ചെയർമാൻ ഇതൊക്കെ. പക്ഷെ ഇപ്പോഴും പാഠപുസ്തകങ്ങളിലും ജനറൽ നോളജും PSC ക്വസ്റ്റ്യനിലൊക്കെ ഈ കാപ്പാടാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ശരിക്കും ഇത്തരം സംഭവങ്ങളിലൊന്നും ആരും ശ്രദ്ധിക്കാതെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇത്തരം പൊളിറ്റിക്സും ഒക്കെ ഉണ്ടാക്കി കമ്മ്യൂണൽ വയലൻസും ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് വരുന്നത്. അപ്പോൾ സാറിൻ്റെ ഒരു മെസ്സേജ് ഫോർ ദി ന്യൂ ജനറേഷൻ, എസ്പെഷ്യലി ഫോർ ദി ബഡ്ഡിങ് ആയിട്ടുള്ള നമ്മുടെ ഹിസ്റ്റോറിയൻസ്, ലിറ്റിൽ ഹിസ്റ്റോറിയൻസിന് സാർ എങ്ങനെയാണ് അവർ ഹിസ്റ്ററി പഠിക്കേണ്ടത്, അല്ല എന്താണ് അതിൻ്റെ ദി ഐഡിയൽ മെത്തഡോളജി ഫോർ ലേണിംഗ് ഓർ ഐഡിയൽ പെഡഗോജി ഫോർ ലേണിംഗ് ഹിസ്റ്ററി? ഹിസ്റ്ററി പിന്നെ ആളുകളുടെ അഭിപ്രായം നോക്കിയിട്ട് ഉണ്ടാക്കി എഴുതേണ്ടതല്ല. തെളിവുകൾ എന്താ ഉള്ളത് അത് അതേപടി കലർത്ത് കൂടാതെ വളച്ചൊടിക്കലൊന്നും കൂടാതെ എഴുതി വയ്ക്കുക ഉള്ളത്, അതാണ് ചെയ്യേണ്ട കാര്യം. പ്രൂഫ് ഓഫ് എവിഡൻസ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ ഹിസ്റ്ററി. അപ്പോഴാണ് ഹിസ്റ്ററി എന്ന്. അപ്പോൾ ഇന്ന് ഗാന്ധി ജയന്തി ദിവസം ഇവിടെ നമ്മൾ സാറിൻ്റെ വീട്ടിൽ വളരെ നല്ലൊരു കോൺഫറൻസും വർക്ക്ഷോപ്സും ഒക്കെ നടന്നു. സാർ ഒരു അഹിംസ കോൺഫറൻസിൽ പങ്കെടുത്തു. ദെൻ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്തു. ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകളും നമ്മളിതിൽ ഇൻട്രാക്ട് ചെയ്തു. ചേംബർ ഓഫ് എഡ്യൂക്കേഷൻ നാഷണൽ എഡ്യൂക്കേഷൻ സമ്മിറ്റിൻ്റെ റെസൊല്യൂഷൻ സാർ ഇവിടെ സൈൻ ചെയ്തു. അതിൻ്റെ പ്രസൻറ്റേഷൻസ് ഉണ്ടായി. ഇനി അതിൻ്റെ ഡീറ്റെയിൽ സെഷൻസ് കടലുണ്ടി ബേർഡ് സാഞ്ചുറിയുടെ അടുത്തുള്ള ഹയാത്ത് ലൈഫ് സ്റ്റൈൽ ഹോസ്പിറ്റൽ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ഇവൻറ്റിൽ വെച്ചിരുന്ന ഹെൽത്ത് എഡ്യൂക്കേഷൻ സമ്മിറ്റ്, ഇമ്മ്യൂണിറ്റി ഇൻ കമ്മ്യൂണിറ്റി എന്നുള്ള ഇതിൽ വരുന്നത്. ഓക്കെ, പ്രേമി മാം അതിനോട് എൻ്റെ ചോദ്യം ഇതാണ്. സാറക്കുട്ടി ഇങ്ങനെ ലോകത്ത് മുഴുവൻ സഞ്ചരിച്ചു, ഇത്രയും വലിയ എക്സ്പീരിയൻസ് ഉണ്ടായി, ഇത് വേറൊരാൾക്കും കിട്ടാത്തൊരു സംഭവമാണ്. ഒരുപക്ഷെ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ഫാബി പറയുന്ന പോലെ ബഷീറിൻ്റെ എല്ലാ സംഭവവും ഫാബി പറയുകയും എഴുതുകയും ചെയ്ത്. ശരിക്കും സാറിൻ്റെ ഇത്തരം അനുഭവങ്ങളും യാത്രകളൊക്കെ മാമിനാണ് കൂടുതൽ എന്ത് ചെയ്യാം പറയാനും ഇതൊക്കെ ചെയ്യാം. ശരിക്കും ഒരു പുസ്തകമൊക്കെ ആയിട്ട് ഇപ്പോൾ കോഴിക്കോടിൻ്റെ ചരിത്രം സിറ്റി ഓഫ് ട്രൂത്ത് എന്നാണ്. ഇപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ ചിന്തിക്കുന്ന കാലിക്കറ്റ് ആ ഒരു ടൈറ്റിൽ സിറ്റി ഓഫ് ട്രൂത്ത് എന്ന ടൈറ്റിൽ ചെയ്യണമെന്ന് അല്ലേ? സിറ്റി ഓഫ് ട്രൂത്ത് റീവിസിറ്റഡ് അല്ലേ? അതെ, സത്യത്തിൻ്റെ മഹാനഗരം എന്നാണ് കാലിക്കറ്റ് അറിയപ്പെടുന്നത്, ഹെറിറ്റേജ് ക്യാപിറ്റൽ. അപ്പോൾ മാമിന് ശരിക്കും ഇത്തരം പുസ്തകങ്ങളും ഈ സാറിനെ കുറിച്ചുള്ള ഒരു പുസ്തകം അത് പറയാൻ ഇതൊക്കെ അല്ലേ? ഓക്കെ എനിവേ ഓർമ്മകളും ഉണ്ടാവും, കാര്യങ്ങളും ഉണ്ടാവും, അതിങ്ങനെ മനസ്സിൽ വരും പോവും. ലോകത്തിന് തന്നെ വളരെ വലിയൊരു സിറ്റിയുടെ ഒരു 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 മിനിയേച്ചർ പ്ലാൻ ആയിരുന്നു സാമൂര്യൻസ് ചെയ്ത് കാലിക്കറ്റിൽ. കോഴിക്കോട് ആ ഒരു രീതിയിലായിരുന്നു ചെയ്തത്. മാത്രമല്ല വിശ്വസ്തയുടെ മഹാനഗരമായി കാലിക്കറ്റിനെ സാറ് അടയാളപ്പെടുത്തിയത് ഒരു കഥയുടെ ബേസാണല്ലേ സാർ? അതിനെക്കുറിച്ച് ലാസ്റ്റ് അത് അങ്ങനൊരു ഐതിഹ്യമുണ്ട്. ഇങ്ങനെ ഈ എല്ലാ ഉപ്പുമാങ്ങ ഭരണി കൊണ്ട് കൊടുത്തു. അതിൽ എന്താണ് സ്വർണ്ണമായിരുന്നു, പക്ഷെ ഉപ്പുമാങ്ങ ഭരണിയാന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് കൊടുത്തത്. അത് തുറന്നു നോക്കിയെടുത്ത് ഒരു ലിക്വിഡ് ആളെ മാത്രം അത് ശരിക്കുള്ള അദ്ദേഹം തുറന്നു നോക്കിയില്ല. സ്വർണ്ണമാണെന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും സ്വർണ്ണം എന്ന് പറഞ്ഞ് കൈക്കലാക്കാൻ നോക്കി. ഇയാൾ അത് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് സ്വർണ്ണത്തിന് അല്ലേ
സത്യത്തിൻ്റെ അവരൊന്ന് കപ്പൽ ലാൻഡ് ചെയ്യാൻ പറ്റിയ കര ഏതാന്ന് നോക്കിയായിരുന്നു, ടെസ്റ്റ് ചെയ്തു. ആക്ച്വലി ദി ആർ ടെസ്റ്റിംഗ് ദി ഹോണസ്റ്റി. അപ്പോൾ അതിൽ കാലിക്കറ്റ് ഇവിടുത്തെ രാജാവാണ് വിജയിച്ചത്. അങ്ങനെയാണ് സിറ്റി ഓഫ് ട്രൂത്ത് എന്നൊക്കെയുള്ള അറിയുകയും കുറ്റിച്ചിറക്ക് ചുറ്റും അല്ലേ, ആ കുളത്തിന് ചുറ്റും ധാരാളം പല രാജ്യത്തുള്ള ആളുകൾ അവിടെ നിന്ന് വരികയും കാലിക്കറ്റ് അത്രയും ഗ്ലോറി. പക്ഷേ ഇപ്പോൾ കാലിക്കറ്റിന് ആ ഒരു ശരിക്കൊരു ഹെറിറ്റേജ് പദവിയൊക്കെ കിട്ടേണ്ടതാണ്, ഒരു ഹെറിറ്റേജ് ക്യാപിറ്റലൊക്കെ ആയിട്ട് കാലിക്കറ്റ് മാറേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ സാറിൻ്റെ ഇൻസ്പിറേഷൻ, സാറ് കൂടുതൽ യങ്ങാവുന്നു. നമ്മുടെ എഡ്യൂക്കേഷൻ സമ്മിറ്റിൽ വളരെ സജീവമായിട്ട് സാർ പങ്കെടുത്തു. ഇനി നമ്മുടെ സമ്മിറ്റ് വർക്ക്ഷോപ്പിലും സാറ് അതിൻ്റെ മെയിൻ ഫംഗ്ഷനിലൊക്കെ പങ്കെടുക്കും. എനിവേ താങ്ക് യു സോ മച്ച്. പ്രത്യേകിച്ച് സാറിൻ്റെ ഹെൽത്ത്, ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. മാമിന് ഇതുപോലെ എന്തെങ്കിലും മോഡേൺ മെഡിസിനോ അല്ലെങ്കിൽ ഗുളിക എന്തെങ്കിലും? മാമിൻ്റെ ഏജ് എത്ര ഇപ്പോൾ? 75. സാറിന് 90 ആയി. 98 ഇതുവരെ ഇതൊന്നും ഷുഗറോ പിന്നെ ഡയബറ്റിക്കോ അങ്ങനെ മെഡിസിൻസ് ഒന്നും ഉപയോഗിക്കാതെ പ്രകൃതി ജീവനത്തിൽ തന്നെ സാറ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഭക്ഷണവും ഇതൊക്കെ മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എനിവേ താങ്ക് യു സോ മച്ച്. എല്ലാ ഭക്ഷണവും എൻജോയ് ചെയ്തിട്ടുണ്ട്, എല്ലാ ജാതി ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്. മത്സ്യമായാലും അതിലൊന്നും കഴിക്കേണ്ടതെല്ലാം കഴിക്കാറുണ്ട്. ഇപ്പോഴായിട്ട് നോൺ വെജൊക്കെ കുറച്ചിട്ടുണ്ട്. അത് ഒരു 10-15 കൊല്ലമായിട്ട്. അല്ലെങ്കിൽ ബീഫും എല്ലാം ഞങ്ങൾ കഴിക്കാറുണ്ട്. മക്കൾ വന്നാലൊക്കെ നമ്മൾ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. In the summit sessions are concluded with a word that is my life is my message. That is the same message by the Mahatma Gandhi and Prophet Muhammad. So my life is my message. My life is our school. നമ്മുടെ ലൈഫായിരിക്കണം നമ്മുടെ സ്കൂൾ ഓഫ് തോട്ട്. ദാറ്റ് ഈസ് റിയലി ഒരു ഭരണാധികാരികൾക്കും അവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് പറഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രശ്നം. ചരിത്രകാരന്മാർ ഇങ്ങനെയായിരിക്കും ദി റോൾ മോഡൽ, ആൻഡ് he is the real role model. And thank you so much. Thank you, sir.